അങ്ങനെ ഐഫോൺ 16 വാങ്ങിയിട്ടുണ്ട് കേട്ടാ. വിലയും കൂലിയൊന്നുമില്ലാത്ത ഞാൻ എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിയതാണ്. എങ്ങനെയല്ലേ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഐഫോൺ 7+ ആണ് കേട്ടോ. അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം പൈസക്ക് വാങ്ങിയ സാധനം, അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പൈസയെല്ലാം കൂട്ടി വെച്ചിട്ട് അന്ന്, അതായത് 3 കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ഈ ഐഫോൺ. സംഭവം 7+ന്റെ ക്യാമറ ക്വാളിറ്റി ഒന്നും ഞാൻ പറയണ്ടല്ലോ, അടിപൊളിയല്ല. അങ്ങനെ 3 കൊല്ലം എന്റെ യൂട്യൂബിന്റെ വീഡിയോയും ഇൻസ്റ്റന്റ് റീലെല്ലാം കൂടി ആയിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായത്. പക്ഷേ ഇത് ഇപ്പോഴത്തെ കോലം കണ്ടാ ക്യാമറ മൊത്തം ഷേക്കിംഗ് ആണ്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഒന്നും എടുക്കാൻ കഴിയില്ല. ക്യാമറ ശരിയില്ലാത്ത ഐഫോൺ എന്തോ പോയി അണ്ണാനെ പോലെയല്ലേ, വലിയ കാര്യമൊന്നുമില്ല. പഠിപ്പും 10 ക്ലാസ്സിലും കഴിഞ്ഞാൽ ഒന്നുകൂടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഇൻസ്റ്റയിലായാലും റീൽ ഉണ്ടെങ്കിൽ അതിലെന്റെ ഒരു ഇഷ്ടമായോണ്ടിട്ടാ എനിക്ക് ഇനി എന്തായാലും ഒരു ഐഫോൺ വാങ്ങണം. അങ്ങനെ 16 ഇറങ്ങി. പക്ഷെ അതെന്റെ പൈസക്ക് തന്നെ വാങ്ങണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇരുന്നില്ലെങ്കിലും 2 മാസം കൂടുമ്പോൾ പണ്ടിട്ട വീഡിയോസിന്റെ എല്ലാം വ്യൂസ് എല്ലാം വെച്ചിട്ട് എനിക്ക് $100 അടുത്ത് കിട്ടാറുണ്ട്. $100 എന്ന് പറയുമ്പോൾ 2 മാസം EMI അടക്കാനുള്ള പൈസ ഒക്കെ കിട്ടുന്നുണ്ട്. എന്ത് വെറുതെ ഇരുന്നിട്ട് പണ്ടിട്ട വീഡിയോ വെച്ചിട്ട്. അതാ പറയുന്നത് സമ്പത്ത് കാലത്ത് എന്തോ വെച്ചാലും പറയല്ലേ. അതുപോലെ അന്ന് ആ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് പ്ലേ ബട്ടൺ വരെ വാങ്ങി വെച്ചിട്ട് ഇപ്പൊ ഞാൻ നിർത്തി വെച്ചപ്പോൾ എന്റെ അടുത്ത് കുറെ ആൾ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം വെറുതെ ആയില്ലേ. ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നതൊന്നും വെറുതെ ആവില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉപകാരം പിന്നെ ആയാലും എപ്പോഴും ഉണ്ടാവും. അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ആയാലും കിട്ടും. ഈ ഫോൺ വാങ്ങി നമ്മൾ വേണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായാലും ഒന്നും വേണ്ട. ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞേക്ക് സന്തോഷമല്ലേ.